ഹായ്, അപ്പോൾ എല്ലാവരും ചോറൊക്കെ തിന്ന് റെസ്റ്റിലാവില്ല. അപ്പോൾ ഇന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ തൊലിക്കുകയാണ്. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും തൊലിക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക് കിട്ടുക എനിക്ക്. അപ്പോൾ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വേപ്പിൻ്റെലയും കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പഴുത്ത മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടിക്കണ കൂട്ടത്തിൽ അത് പൊടിക്കാനിട്ട് കൊടുക്കും. പിന്നെ അതാ എണ്ണയും പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറിടാനുള്ള അരിഞ്ഞ് വെച്ച മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടുകും ഉലുവയും പൊടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചതാണ് കേട്ടോ. മറ്റേത് എന്നും ഇങ്ങനെ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് പൊടിക്കണ്ട. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ചധികം പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇതാ അച്ചാറ് പൊടി, പഞ്ചസാര, കായപ്പൊടി, ഉപ്പ്, എണ്ണ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേപ്പിൻ്റെലയും പച്ചമുളകും അച്ചാറിടാനുള്ള പാത്രത്തിൽ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുന്നതാണ് കേട്ടോ. വേപ്പിൻ്റെ ഇലമേലും പച്ചമുളകുമേലൊക്കെ എന്തെങ്കിലും ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കുമ്പോൾ അതൊന്ന് പോയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് ഇങ്ങോട്ട് ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി, ഉലുവയും കടുകും പൊടിച്ചത്, പിന്നെ അച്ചാറ് പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവപ്പൊടി ഒന്ന് കുറവുള്ള പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ സുർക്ക ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ച മാങ്ങ കുറേശ്ശായിട്ടായി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കായപ്പൊടീൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കൊണ്ട് കേട്ടോ. ഞാൻ എല്ലാ അച്ചാറിടണേലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ശർക്കര ഇല്ലാത്തതിനെ കൊണ്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.